ശ്രീ കെ പി നൗഷാദ് അലി, ഇതിപ്പോൾ ആരുടെ കുറ്റം കൊണ്ടാണ് എങ്കിലും, ആർ കണ്ണടച്ചത് കൊണ്ടാണ് എങ്കിലും, സ്വാഭാവികമായും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വരുന്നൊരു പ്രതിഷേധം, സമരം, അവരുടെ ആശങ്ക എന്ന നിലയ്ക്ക് ഈ തലങ്ങളിലെല്ലാം ഇത് ഇതിനകം എത്തിയിട്ടുണ്ടാകും. നേരത്തെ ശങ്കുട്ടിദാസ് തന്നെ പറയുന്നു, ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇത് കേന്ദ്രമന്ത്രിയോട് നേരിട്ട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്, പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്, കൊങ്ങാട് MLA ഇത് നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ബലി കൊടുക്കേണ്ടി വരുന്ന ജീവനുകളെ സംബന്ധിച്ച് എത്രത്തോളം ബുദ്ധിമുട്ട്, ആശങ്ക മനുഷ്യർക്കുണ്ട്, ജനപ്രതിനിധികൾക്കുണ്ട് എന്നുള്ളത്. എന്നിട്ടും പരിഹരിക്കാൻ കഴിയാത്ത എന്ത് അധികാര കേന്ദ്രമാണ്, എന്ത് കരിങ്കല്ലിന് കാറ്റുപിടിച്ച സംവിധാനമാണ് നമുക്കുള്ളത്? മാധു, ഇത് വളരെ ഗൗരവതരമായിട്ട് രാജ്യം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മളിപ്പോൾ കരിമ്പയിൽ അപകടം ഉണ്ടായി, തൊട്ടടുത്ത് പിന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞത് നമ്മൾ കണ്ടു. ഈ നിതിൻ ഗഡ്കരി തന്നെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അന്താരാഷ്ട്ര വേദികളിലൊക്കെ ഇന്ത്യക്ക് മുഖം മറക്കേണ്ട സ്ഥിതിയാണ് എന്നാണ് നിതിൻ ഗഡ്കരിക്ക് പറഞ്ഞത്. അതുപോലെ ഇന്ത്യയുടെ നാഷണൽ ഹൈവേകളൊക്കെ മരണ കവാടങ്ങളാണ് എന്ന് പറയുന്നു. 100 കിലോമീറ്ററിൽ ഓരോ വർഷവും 45 പേർ വീതമാണ് മരിച്ചു പോകുന്നത്. ഇന്ത്യ രാജ്യത്തെ നാഷണൽ ഹൈവേകളിൽ, ഏത് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന നാഷണൽ ഹൈവേകളിൽ ഒരു വർഷം 4.25 ലക്ഷം അപകടങ്ങൾ നടക്കുന്നു, 1.25 ലക്ഷം ആളുകൾ മരിക്കുന്നു, 4.25 ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾക്ക് പരിക്കേൽക്കുന്നു. ഓരോ വർഷവും മരണം 9% കൂടുന്നു, അപകടങ്ങൾ 13% കൂടുന്നു, പരിക്കേൽക്കുന്നത് 15% വർധനവ് രേഖപ്പെടുത്തുന്നു. ഈ രാജ്യത്തെ നിതിൻ ഗഡ്കരി മേൽനോട്ടം വഹിക്കുന്ന ദേശീയ പാതകളിൽ 5800 ബ്ലാക്ക് സ്പോട്ടുകളുണ്ട് എന്നാ പറയുന്നത്. നമ്മൾ ശൂന്യാകാശത്ത് അല്ലെങ്കിൽ ബഹിരാകാശത്തൊക്കെ തമോഗർത്തങ്ങൾ എന്ന് കേട്ടതിന് സമാനമായിട്ട് 5800 ബ്ലാക്ക് സ്പോട്ടുകൾ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ പ്രഖ്യാപിച്ച് നമ്മുടെ നാട്ടിൽ മുന്നറിയിപ്പായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരത്തിലൊക്കെയുള്ള വളരെ പരിതാപകരമായ ചുറ്റുപാടിലൂടെയാണ് ഇന്ത്യയുടെ ദേശീയപാത വികസനവും അതിൻ്റെ മേൽനോട്ടവും അതിൻ്റെ ഏകോപനവും മുന്നോട്ട് പോകുന്നത്. ശ്രീലങ്ക പോലെ നമ്മുടെ തൊട്ട അയൽപക്കത്തുള്ള അവികസിതമെന്ന് നമ്മൾ തന്നെ വിചാരിക്കുന്ന രാജ്യങ്ങൾ പോലും ഈ മേഖലയിലൊക്കെ വളരെ ബഹുഘാതം മുന്നോട്ട് പോകുമ്പോഴും നമ്മളിപ്പോഴും വളരെ പരിതാപകരമായിട്ട് ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന യുദ്ധം, നക്സലൈറ്റ് പ്രശ്നങ്ങൾ, മറ്റേ പ്രകൃതി ദുരന്തം, ഇതിനേക്കാളുമൊക്കെ ആളുകൾ നമ്മുടെ ദേശീയ പാതകളിലാണ് അപകടത്തിലൂടെ പൊലിയുന്നത് എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മുഖത്തുള്ള ഒരു കറുത്ത പാടാണ്. അത് നിതിൻ ഗഡ്കരി പരസ്യമായിട്ട് ഏറ്റുപറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ എൻ്റെ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു കാരണം നമ്മൾ പരിശോധിച്ചാൽ PWDയും ദേശീയപാത അതോറിറ്റിയും തമ്മിൽ കൃത്യമായ ഏകോപനം എവിടെയുമില്ല. ഇതൊക്കെ രണ്ട് അധികാര കേന്ദ്രങ്ങളെപ്പോലെ വലിയ ശീതസമരം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുപോരാറുള്ളത്. മറ്റൊന്ന്, എല്ലാ ദേശീയപാതയാവട്ടെ, പുതിയ പദ്ധതികളാവട്ടെ, അതിൻ്റെ വികസനമാകട്ടെ, അതിൻ്റെയൊക്കെ DPR അത് വളരെ ദുർബലമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. റോഡിൻ്റെ ഡിസൈൻ എന്നുള്ളത് വളരെ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഒന്നാണ്. അക്കാര്യത്തിൽ ദേശീയപാത വികസന അതോറിറ്റി വളരെ പരിതാപകരമായ നിലയിലാണ്. ഇവിടെ വളരെ ദുർബലമായ വെളിച്ചവും കാഴ്ചയും മാത്രമേ നമ്മുടെ ദേശീയപാതകളിൽ ഉടനീളമുള്ളൂ. അത് വലിയ വീഴ്ചയാണ്. ഡ്രൈവർമാരുടെ ട്രാഫിക് നിയമങ്ങളുടെ ബോധപൂർവമായ ലംഘനം അത് മറ്റൊരു വീഴ്ചയാണ്. ഇത് മുഴുവൻ സമഗ്രമായി രാഷ്ട്രീയാതീതമായി അഭിസംബോധന ചെയ്തില്ലെങ്കിൽ നാളുകളിൽ ഇത്തരം ദുരന്തങ്ങൾ തുടർക്കഥയായി മാറും. ഇപ്പോൾ ആലപ്പുഴയിൽ അപകടം നടന്ന നമ്മൾ ഒരു ദിവസം അത് ചർച്ച ചെയ്തു. അന്ന് തന്നെ ഞാൻ ഓർക്കുകയാണ്, പ്രതിപക്ഷ നേതാവ് ആ അപകടത്തെ നേരിട്ട് ബാധിച്ചോ ഇല്ലയോ എന്നുള്ളതിൽ ഉപരിയായിട്ട് അദ്ദേഹം ഈ ദേശീയപാത വികസനത്തിൽ ഒരുപാട് അശാസ്ത്രീയതകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴിതാ ഈ അപകടമുണ്ടായി. നമ്മളിതൊക്കെ 2 ദിവസം കൊണ്ട് മറന്നുപോകും, പുതിയ വിഷയങ്ങൾ വരും. പക്ഷേ ഇത് നിരന്തരം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹം അല്ലെങ്കിൽ പുരോഗമനാത്മക രാഷ്ട്രം എന്നുള്ള നിലയിൽ നമുക്ക് വച്ചുപൊറുപ്പിക്കാവതല്ല. അതുകൊണ്ട് ഇത് അടിയന്തരമായിട്ട് ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുകയും ഒരുപാട് രാജ്യങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കിയ പുരോഗതിയെ മാതൃകയാക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായ ഇടപെടലുകൾ ഇതിനകത്ത് നടത്തുകയും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യം ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്, ഇവിടെ ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്ത ഭൂപ്രകൃതിയാണ്, വ്യത്യസ്ത സാഹചര്യങ്ങളാണ്.
നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങളൊക്കെ ഉത്തരേന്ത്യയിലെ ചില പ്രദേശങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. അത് അതേപടി വാർപ്പ് മാതൃക ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വലിയ വങ്കത്തമായി മാറാറുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിലെ ദേശീയപാതയുടെ വികസനം ദ്രുതഗതിയിൽ നടക്കുന്നു എന്നുള്ളത് സ്തുത്യർഹമായ കാര്യമാണ്. അവിടങ്ങളിൽ ഒരുപാടിടങ്ങളിൽ പരാതിയുണ്ട്. കൃത്യമായിട്ട് പെഡസ്ട്രിയൻസ് വേ ഇല്ലാത്തത്, ക്രോസ് ചെയ്യാനുള്ള സൗകര്യമില്ലാത്തത്, അണ്ടർപാസ് ഇല്ലാത്തത്, അതുപോലെ തന്നെ വളവുകൾ നിവർത്താത്തത്, ഇതുപോലുള്ള വ്യത്യസ്ത തലങ്ങളിൽ ഭൂമിയുടെ കിടപ്പുള്ളതിനെ അഭിസംബോധന ചെയ്യാതെ പണിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്, ആഴത്തിലുള്ള ഗർത്തങ്ങൾ എടുത്തുകൊണ്ട് പാതയുടെ വികസനം നടത്തുമ്പോൾ മണ്ണിടിഞ്ഞു പോകുന്ന സാഹചര്യം, ഇങ്ങനെ ഒരുപാട് നമ്മൾ കൺസേണുകളായിട്ട് ഉയർത്തിയ വിഷയങ്ങൾ പലതും ബദിരകർണങ്ങളിലാണ് ചെന്ന് പതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വികസനം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടും അത് ചെവിക്കൊള്ളാതെ പോയ സിസ്റ്റമാണ് ഈ പറയുന്ന വലിയ നഷ്ടം നമ്മളൊരു സമൂഹം എന്ന നിലയ്ക്ക് ഉണ്ടായത്. ഇപ്പോൾ നൗഷാദിൽ പറഞ്ഞത് ശരിയാണ്. നമുക്ക് ഒരു വേദന ഉണ്ടാകുമ്പോൾ, ഒരു വലിയ നഷ്ടം ഉണ്ടാകുമ്പോഴൊക്കെയാണ് നമ്മൾ ഇന്നിങ്ങനെ കൂടിയിരിക്കുന്നത്. പക്ഷേ അതിനെ തുടർ സമരങ്ങൾ എന്ന് പറയുന്നത് ഏറ്റെടുക്കാൻ കഴിയുന്ന പല സംഘടനകൾ, മാധ്യമങ്ങളടക്കം എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതൊരു നാടിൻ്റെ വലിയ തീരാത്ത വേദനയാണ് എങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എത്ര കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കുന്നു, അതുപോലെ ഒന്നിച്ചു നിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.